ഹായ് ഹലോ ഫ്രണ്ട്സ്, സംസ്കൃതി ദ ഹാപ്പി ഗേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല തേങ്ങ അരച്ച് ഉണ്ടാക്കുന്ന നല്ലൊരു അയലക്കറിയും നല്ലൊരു ചാള ഫ്രൈഡേയും റെസിപ്പിയാണ് പറയുന്നത്. അമ്മയാണ് മീനൊക്കെ നന്നാക്കുന്നത്. അമ്മയുള്ള കാലത്തോളം എന്നൊക്കെ പറയുന്ന മാതിരി മീൻ നന്നാക്കലും ഇറച്ചി നന്നാക്കലൊക്കെ അമ്മയാണ് ചെയ്യാറ്. പിന്നെ ഞാൻ മീൻകറിക്ക് വേണ്ടിയുള്ള ഇഞ്ചി, തക്കാളി, സവാള, പച്ചമുളക് ഒക്കെ കഴുകി അരിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. തക്കാളി നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ബാക്കിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുടംപുളി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് അടുപ്പത്താണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കുന്നത്. അടുപ്പ് തീ കത്തിച്ചമ്മ ചട്ടി അടുപ്പത്ത് വെച്ച് അയലക്കറി അമ്മയുടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. ഉലുവ, ഉണക്കമുളക് രണ്ടും ഇട്ട് മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു കസിൻ ഗേളാണ്. അവൾ 2-3 ദിവസം നിൽക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞാണ്, എടി നമുക്ക് ഇന്നത്തെ വീഡിയോ എടുത്താലോ എന്ന് പറഞ്ഞാൽ അവൾ വീഡിയോ എടുത്തൊന്ന് സഹായിച്ചു. അപ്പോൾ അതേ അമ്മ ഇഞ്ചി, പച്ചമുളക്, സവാള ആക്കിയിട്ട് നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലോണം അത് മൂക്കുന്നോടെ വരെ അമ്മയിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് എന്താണ് കറി എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻ്റ് ഇടാമോ? നമ്മളിപ്പോൾ ഇങ്ങനെ ഇതെല്ലാം അടുപ്പത്തിട്ട് ഇങ്ങനെ നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കുന്നു. വഴറ്റി തീ ആയതുകൊണ്ട് ഇച്ചിരി സ്ലോ ആണ് കേട്ടോ. പെട്ടെന്ന് സ്റ്റൗവിലേപ്പിൽ പെട്ടെന്ന് തീ ഒരേ ലെവലല്ല വരുന്നത്. ഇടയ്ക്കൊന്ന് തീയൊക്കെ ഒന്ന് മങ്ങുന്നുണ്ട്. അതാണ് ഇച്ചിരി ലാഗായി പോണത്. പിന്നെ നമ്മൾ അധികം കട്ട് ചെയ്തിട്ടില്ല വീഡിയോസ്. പിന്നെ അതേ തക്കാളി മിക്സിയിലടിച്ചത് അമ്മ ഇട്ട്. അമ്മ ഇങ്ങനെ കറി ഉണ്ടാക്കണേന്ന് സത്യത്തിൽ ഇപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കണേ കേട്ടോ. തക്കാളി ഇട്ട് അമ്മ നല്ലോണം വഴറ്റുന്നുണ്ട്. അരിഞ്ഞ തക്കാളി അതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ വരവ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ കസിൻ്റെ മോനാണ് ഉണ്ണിക്കണ്ണൻ. അവനിങ്ങനെ ഇരുന്ന് അവളുടെ മടിയിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് അമ്മ മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി 2 സ്പൂണാണ് കേട്ടോ അമ്മ ഇട്ടതെന്നാണ് എൻ്റെ 3 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ഇട്ടിട്ട് അമ്മ നല്ലോണം വഴറ്റുമായിരിക്കും. മുളക് പൊടി ഇട്ട് നല്ലോണം വഴറ്റണം. മുളക് പൊടി അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കണ്ണൻ്റെ ഇടയിൽ കണ്ടത് വേറെ ചിറ്റയാണ് കേട്ടോ. ഞങ്ങളുടെ ചിറ്റയാണ് ആ ഇടയിൽ കണ്ടത് നിങ്ങൾ. അപ്പോൾ മുളക് പൊടി നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മ. ശേഷം അമ്മ എന്ത് പൊടി ഇടണേന്ന് നോക്കട്ടെ. കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ അമ്മ, ഇച്ചിരി കളറിന് വേണ്ടി. ആദ്യം സാധാ മുളക് പൊടിയാണ് ഇട്ടത്, പിന്നീട് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഇട്ട് അമ്മ നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം ആ പച്ചച്ചവ മാറുന്നോളം വരെ ഇട്ട് നല്ലോണം വഴറ്റണം. വഴറ്റി കൊണ്ടിരിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടു. അടുത്താണ് മഞ്ഞൾപ്പൊടി ഇട്ടതമ്മ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തേങ്ങ ഇടുമായിരുന്നേ. ഞാൻ തേങ്ങയുടെ ഇടയിൽ കൂടെ ചെക്കൻ 2-3 വായെടുത്ത് കഴിച്ചിട്ടാ. തേങ്ങ അരച്ചിട്ട് ഒഴിക്കണത് വീഡിയോ എടുക്കാൻ സ്കിപ്പായിപ്പോയി. അപ്പോൾ തേങ്ങ അരച്ചിട്ട് നമ്മളത് അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ പുളി ഇടുന്നുണ്ട്. പുളി 1, 2, 3, 4, 5, 6 കഷ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്മ. ചെറിയ പുളികളാണ്, അതാണ് 6 കഷ്ണം. വലിയ പുളിയാണ് എനിക്ക് 6 കഷ്ണത്തൊന്നും വേണ്ട. പിന്നെ മിക്സി ജാറ് കഴുകിയ വെള്ളം ഒഴിക്കുന്നുണ്ട്. ജാറ് 2 പ്രാവശ്യം കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ അമ്മ. പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇടുക. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നേരെ മറ്റേ നമ്മുടെ തിള വന്നു കഴിയുമ്പോൾ നമ്മുടെ അയല കഴുകി അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കഷ്ണങ്ങളായിട്ട്. അയല അമ്മ 3 കഷ്ണമായിട്ടാണ് മുറിച്ചത്. വലിയ അയലയായിരുന്നു. അപ്പോൾ 3 കഷ്ണമായിട്ട് മുറിച്ചിട്ട് അയല അതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് കുഞ്ഞൂസിന് ചാളയാണ് ഭയങ്കര ഫേവറേറ്റ്. നിങ്ങൾ കുട്ടികളുടെയൊക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് മീൻ ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുഞ്ഞൂസ് ചാള എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് കുഞ്ഞൂസിന്.
അയലക്കറി ജസ്റ്റ് കൂട്ടും അത്രേ ഉള്ളൂ. പക്ഷേ ചാള എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ചാള, കക്കിറച്ചി, ആകെ സാധനങ്ങൾ. അതിനിടയിൽ മീൻ ഫ്രൈ ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇടികല്ലുമ്മ ഇട്ട് ചതച്ച്, അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ എന്താ ഇട്ടത്, മഞ്ഞൾപ്പൊടി ഇട്ടു. അത് എനിക്കെന്ന് പറഞ്ഞെങ്കിൽ എത്ര സ്പൂണെന്ന് പറയാറില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വെറുതെ നോക്കിയിട്ട് അനുസരിച്ചിട്ടാണ്, അല്ലാതെ ഇത്ര സ്പൂണെന്ന് പറയാൻ എനിക്കറിയാൻ പാടില്ല. അതിനുശേഷം സാദാ മുളക് പൊടി കുറച്ചേ ഇട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. സാദാ മുളക് പൊടി കുറച്ചിട്ടുള്ളൂ. പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഞാൻ. കുരുമുളക് പൊടി അതൊക്കെ എനിക്ക് ഇങ്ങനെ സ്പൂണിൻ്റെ അളവറിയില്ല. ഞാൻ അടപ്പിലേക്ക് ഇട്ടിട്ട് എനിക്ക് ഒരു അളവ് തോന്നും, ആ ഒരു അളവിലാണ് ഞാൻ ഇടാറ്. കുരുമുളക് പൊടി ഇട്ടു. അതിന് ശേഷം കാശ്മീരി മുളക് പൊടി ഇടാണ് നമ്മൾ കുറച്ച് കളറിന് വേണ്ടി. കാശ്മീരി മുളക് പൊടിയും ഇട്ടു. കാശ്മീരി മുളക് പൊടി കുറച്ച് അധികം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ, ഒരു കളർ കിട്ടാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ചുമ കുത്തിയിട്ട് വേണ്ട ഗൈസ്. ഞാൻ 2-3 പ്രാവശ്യം പോസ് ചെയ്തിട്ട് പോയി ചുമച്ചിട്ട് വന്നു. അടുത്തായിട്ട് ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ലെമൺ ജ്യൂസ്, ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് ഞാൻ ഒഴിക്കാറുണ്ട്. ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് മീൻ വറുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ കോളും ഒക്കെ വന്നിട്ട് ആകെ അലമ്പാവുന്നുണ്ടെന്ന് തോന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഫസ്റ്റ് ടൈം അല്ലേ, എല്ലാവരും ഒന്ന് ക്ഷമിച്ച് വിട്ടേക്കണേ. അപ്പം ഇതെല്ലാം കൂടി ഞാൻ കൈ വെച്ച് തന്നെ നല്ലോണം ഞെരടി മിക്സ് ചെയ്യാണ്. അല്ലാതെ എക്സ്ട്രാ വെള്ളം ഞാൻ ചേർക്കാറില്ല കേട്ടോ, ലെമൺ ജ്യൂസിൻ്റെ വെള്ളം മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും. അതിന് ശേഷം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കറിവേപ്പില ഇട്ട് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് പാറു എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ വെള്ളം ഒഴിക്കാത്തത്? വെള്ളം ഞാൻ ഒഴിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മീൻ കഴുകിയിട്ട് ആ മീൻ അതിനകത്തേക്ക് ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു ഇച്ചിരിച്ച വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടും. ഞാൻ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ വെള്ളം ചേർക്കാറില്ല. കുറച്ചധികം നമ്മൾ മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വേഗം നല്ലോണം ഇളക്കാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ടൈം എടുക്കും. പക്ഷേ അത് കുഴപ്പമില്ല. കുറച്ച് ടൈം എടുത്ത് എല്ലാത്തിൻ്റെയും കീറിയ ഭാഗത്തും വയറിൻ്റെ ഉള്ളിലൊക്കെ ഈ മസാല കയറ്റി ഞാൻ ഓരോന്ന് വീതം എടുത്ത് അതിൻ്റെ ഉള്ളിൽ മസാല കയറ്റലാണ് പതിവ്. ഇതുണ്ടോ, ഓരോന്നെടുത്ത് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. അതിപ്പോൾ നല്ല ടൈം എടുത്തിട്ടോ എല്ലാം മസാല കണ്ടോ പുരട്ടി ഞാനിങ്ങനെ എല്ലാത്തിൻ്റെ വയറ് തുറന്ന് അതിനുള്ളിലേക്ക് മസാല കയറ്റിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ചട്ടിയുടെ കളർ കണ്ടിട്ട് നിങ്ങൾ ഇതാക്കല്. എനിക്ക് ഈ മീൻ ചട്ടിക്കകത്ത് മീൻ വറുത്താലേ ഒരു സുഖമുള്ളൂ, എനിക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ. പിന്നെ വേറെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിനകത്ത് മീൻ ഇന്നലെ ആദ്യമായിട്ട് വറുത്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇനി വീഡിയോ എടുക്കുമ്പോൾ ഇനി അതിനകത്ത് മീൻ വറുത്തിട്ടെങ്ങാനും പാളിപ്പോയാലും, ഇതിനകത്താണെങ്കിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് മീൻ വറുക്കാൻ. മറ്റേതിലെങ്ങാനും മീൻ വറുത്ത് എങ്ങാനും പാളിപ്പോയാലോ പൊടിഞ്ഞെങ്ങാനും പോയാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ ഇത് തന്നെ എടുത്തത്. ഇതിലാണെങ്കിൽ എനിക്ക് നല്ല കോൺഫിഡൻസോട് കൂടി മറിച്ചിടാനും ഒക്കെ നല്ല എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ ഇതിലാണ് എപ്പോഴും മീൻ വറുക്കാറ്. പുതിയ ചട്ടിയിലും വറുത്ത് ശീലിക്കണം. അങ്ങനെ നമ്മൾ 7 ഇപ്പോൾ വറുത്ത് സെക്കൻഡ് ട്രിപ്പ് ഇനി അടുത്ത വരും. അങ്ങനെ വറുക്കാമെന്നോർത്ത് ഇരിക്കണത്. വെളിച്ചെണ്ണ എന്നിട്ട് ഞാനിത് ഓരോ സൈഡിലേക്കും ചട്ടി ചെരിച്ച് വെച്ച് ആണ് ഞാൻ വേവിക്കാറ്. ഇപ്പോൾ ഈ സൈഡ് ഇനി കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റും, പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റും. അങ്ങനെ ചെരിച്ചാണ് വേവിക്കാറ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ടാകുമ്പോൾ അത് എടുത്ത് നോക്കിയപ്പോൾ നല്ല ആവി പറക്കുന്ന നല്ല സ്മെല്ലുള്ള നല്ല അടിപൊളി മീൻകറി സെറ്റാക്കിയിട്ട് നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻ മറിച്ചിടാറായി. എനിക്ക് എപ്പോഴും മീൻ മറിച്ചിടണമെങ്കിൽ സപ്പോർട്ടായിട്ട് ഇങ്ങനെ ഇപ്പുറത്തൊരു സ്പൂൺ വേണം കേട്ടോ ഗൈസ്. എന്നെപ്പോലെ ഇങ്ങനെ സ്പൂണൊക്കെ ഉപയോഗിച്ച് മറിച്ചിടുന്ന മണ്ടന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എനിക്കിങ്ങനെ 2 പാത്രം വെച്ചിട്ട് മറിച്ചിടൽ പറ്റുള്ളൂ. ഞാനപ്പോൾ ഇങ്ങനെയാണ് മറിച്ചിടാറ്. ഇപ്പം മീനൊക്കെ മറിച്ച് ഇട്ടു. അതിന് ശേഷം
ഇപ്പുറത്തെ കണ്ടില്ലേ വേറെ 2 കൂടെ ഉണ്ടായിരുന്നു സൈഡിൽ വെച്ച്. അതും ഞാൻ ഇതേപോലെ ഒരു സ്പൂൺ ഒരു ചട്ടുകവും വെച്ചിട്ട് മറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ചാളയായിരുന്നു കേട്ടോ, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് എല്ലാം മറിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. ഇനി ഇതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻ നല്ലോണം മുരിഞ്ഞു. പിന്നെ ഇന്ന് വേറെ കറികൾ ക്യാബേജ് എടുത്ത് ഇതേ മീൻ കറി നോക്കി, നല്ല രസമില്ലേ. പിന്നെ ഇത് രാവിലെ വെച്ച സാമ്പാറാണ്, വേറെ കറിയൊന്നും ഉണ്ടാക്കില്ല.